ومن أخلاقهم رضي الله تعالى عنهم മഹാരഥന്മാരുടെ സ്വഭാവ ഗുണത്തിൽപ്പെട്ടതാണ് എന്ത്? തഖദീമുഹും ഇൻഫാഖദ് ദറാഹിമി വദ്ദനാനീരി, സ്വർണം വെള്ളി എന്നീ നാണയങ്ങളെ ചെലവഴിക്കലിന് അവർ മുന്തിക്കും. എവിടെ? ഫി ഇത്ആമിൽ ജാഇഇ വകസ്വത്തിൽ ഉരിയാൻ, നഗ്നന്മാരായ ആളുകൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുവാനും വിശന്നു വലഞ്ഞ ആൾക്ക് ഭക്ഷണം കൊടുക്കാനും എന്നിത്യാദി കാര്യങ്ങളിലെല്ലാം സ്വർണ്ണ നാണയം വെള്ളി നാണയം ഇതൊക്കെ ചെലവഴിക്കൽ മുന്തിക്കും അവർ. അതർ സ്വഭാവ ഗുണത്തിൽപ്പെട്ടതാണ്. അപ്പൊ വിശന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അതിന് പണം ചെലവഴിക്കുക. പിന്നെ ഗസ്വത്തിൽ ഒരിയാന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം എടുത്തു കൊടുക്കുക. വഫാഇദ്ദിയൂനില്ലത്തി ജനങ്ങളെ മേലായിട്ട് കിട്ടേണ്ട എന്തെല്ലാം കടബാധ്യതകളുണ്ടോ അതൊക്കെ അവർ വീട്ടും ചെയ്യും, അതൊക്കെ വിട്ടുകൊടുക്കും. വഹും ലാ യഖ്ദിറൂന അലാ വഫായിഹ, അവർക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, കടങ്ങൾ വീട്ടാൻ കഴിയൂല. അങ്ങനെയുള്ള പാവങ്ങളെ കടം വീട്ടുക. അലാ ഇമാറത്തി സവായ വദ്ദുവരി വനഹ്വിഹി, എന്തിന്റെ പേരിലെയും വീടുകൾ അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പരിപാലിക്കുന്നതിന് മേല് നിറവേറ്റാൻ കഴിയാത്ത പാവങ്ങളായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കും. ലാ സിയ്യമാ ഫീ ഹാദ സമാനില്ലദീ ലാ യൂജദു ഫീഹിൽ ഖൂതു ഇല്ലാ ബിമുആയനതി അസ്ബാബിൽ മൗതി ഇൻ കാനൽ ഫഖീർ മുഹ്തരിഫൻ, സാധുവായൊരു മനുഷ്യൻ ജോലി ചെയ്തെടുക്കുന്നവനാണെങ്കിൽ മരണകാരണങ്ങൾ നേരിൽ കണ്ടുകൊണ്ടല്ലാതൊരു ഭക്ഷണം നിന്ന് കിട്ടുകയില്ല അക്കാലത്ത്. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ വല്ലാത്ത കടങ്ങളുണ്ടെങ്കിൽ അത് വീട്ടാൻ കഴിയാത്ത പാവങ്ങളായിരിക്കും അവിടെ കടങ്ങൾ വീട്ടും അവർ. അല്ലെങ്കിൽ എന്തായിരിക്കും? ജോലിയില്ലാത്തൊരു സാധുവായൊരു മനുഷ്യനെ ആരാധിക്കുന്നവനാണെങ്കിൽ അയാൾക്ക് തൊഴിലൊന്നുമില്ല, അങ്ങനെ അയാളെ കടങ്ങൾ അല്ല ദീൻ എന്തായാലും നശിച്ചു പോകും. ഇങ്ങനെയുള്ളത് കൊണ്ടും കാരണം കണ്ടുകൊണ്ടെത്താൻ കഴിയും അങ്ങനെയുള്ള പാവങ്ങൾ. അപ്പൊ ദീനിപരമായിട്ട് ഉയരാൻ കഴിയൂല. ജോലി എടുത്താൽ തന്നെ മരണകാരണങ്ങളും വിഷമം കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയല്ലാതെ ഭക്ഷണം നേടാനും കഴിയൂല. അത്രയും പാപ്പരായ ആളുകളാ. അങ്ങനെയുള്ള ആളുകളെ കടങ്ങളൊക്കെ അവർ വീട്ടിക്കൊണ്ടിരിക്കും. വഖദ് റഅയ്തു മറത്തൻ ശൈഖൻ മിൻ മശായിഖിൽ അസ്ർ, ഈ കാലഘട്ടത്തിൽ മശായിഖുമാരിൽ പെട്ടതായിരിക്കുന്ന ഒരു ഷെയ്ഖിനെ എനിക്ക് കാണാൻ കഴിയുന്ന ഷഹറാനിമാൻ പറയാം. യബിനി അല്ലെങ്കിൽ യുബിനാലഹു, ആ ഒരു ഷെയ്ഖിന് വേണ്ടി എടുക്കപ്പെടുന്നുണ്ട്. എവിടെ? ഫീ ളരീഹിൻ, ഖബറടക്കുന്ന സ്ഥലത്ത്. ബി ഖുവ്വത്തിൻ വ താബൂത്തിൻ, ഒരു പെട്ടിയും കുബ്ബയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായിരിക്കും ഒരു ഷെയ്ഖിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ എന്തിനു പറയുന്നതൊക്കെ ഉണ്ടാക്കി ഒരുക്കി വെച്ചപ്പോൾ മൊഹീൻ, സാധുവായ ഒരു അന്ധനായ ഒരാള് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. വന്നിട്ട് കുറച്ച് നാണയം തരുമെന്ന് ചോദിച്ചു. പൗതി ഇന്ത്യയിൽ എനിക്ക് തരും, എന്റെ മക്കൾക്ക് വേണ്ടി റൊട്ടി വാങ്ങട്ടെ, അതിനു വേണ്ടി നിങ്ങൾ ചോദിക്കണം. തേടി അന്വേഷിച്ച് ഈ ഷെയ്ഖിന്റെ അടുത്ത് വന്നു. വലം യുഅ്തിഹി, ഷെയ്ഖ് ഈ സാധുവായ മനുഷ്യന് ഒന്നും കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോ വഖുൽതു ലഹു, ഞാന് എന്ത് പറഞ്ഞു? ഷെയ്ഖിനോട് പറഞ്ഞു, ആയത്തു ലഹു നിസ്ഫൻ, പകുതി നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഫഹുവ അഫ്ളു മിൻ ഇമാറത്തി ആദിൽ ഖുബ്ബ, നിങ്ങൾ ഈ കുബ്ബകളും ഈ പറയുന്ന പെട്ടിയും പ്രമാണൊക്കെ നന്നാക്കി പരിപാലിക്കുന്നതിനൊക്കെ ഏറ്റവും നല്ലത് ആ സാധുവായ മനുഷ്യന് ഭക്ഷണം കൊടുക്കലാണല്ലോ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം വാങ്ങാൻ വേണ്ടി പണമില്ലാത്തോണ്ട് ചോദിച്ചു വന്നതല്ലേ, പകുതി കൊടുക്കുന്നു പറഞ്ഞു. കൊടുത്തില്ല. മൂപ്പരെന്തായി അത് കൊടുക്കാതെ തടഞ്ഞു. അല്ലയോ, അന്നേ ദിനത്തിൽ എന്റെ ദൃഷ്ടിയിൽ നിന്ന് അദ്ദേഹം ഒഴിവായി പോയി. ഞാൻ അദ്ദേഹത്തെ മാനിച്ചില്ല. കാരണം ഒരു കാര്യമായൊരു കാര്യത്തിന് വേണ്ടി പണം ചെലവഴിക്കാത്ത അതിന് ബഹുമാനിക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നർത്ഥം. വഖദ് കാന അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റഹിമഹുല്ലാഹു തആല, മഹാനവറുകൾ യഊലു 40 ദാറൻ മിൻ കുല്ലി ജാനിബിൻ, എല്ലാ ഭാഗത്തിൽ നിന്നും മഹാനവറുകൾ എന്താണെന്നറിയാമോ? ഒരു 40 വീട് മുമ്പിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കാനത്തുജാജുൽ മസ്മിയു,
അങ്ങനെ ചുടപ്പെട്ടതായി വേവിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കോഴി യുഹ്മനു ഇലാ സിമാത്തി, അദ്ദേഹത്തിന്റെ ഭക്ഷണ മേശയിലേക്ക് ടേബിളിലേക്ക് ചുമന്നു കൊണ്ടുവരുമായിരുന്നു. പള്ളി പരിപാലനത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ? അവരോട് മഹാനോട് അവർ ചോദിക്കും. കാരണം ജനങ്ങളെ പള്ളി പരിപാലനം സഹായിക്കണമെന്ന് പറയും. എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോ ഫഅബ, മൂപ്പര് കൊടുത്തില്ല. ആര്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ കൊടുത്തില്ല. വഖാല, മഹാൻ പറഞ്ഞത് ലുഖ്മത്തു ഫി ബത്നി ജാഇൻ അർജഉ ഫി മീസാനി മിൻ ഇമാറത്തിൽ മസ്ജിദി ലൗ അമർതുഹു വഹദി. സ്വന്തം ഒരു പള്ളി ഉണ്ടാക്കി ഞാൻ പരിപാലിക്കുകയാണെങ്കിൽ ആ പള്ളി പരിപാലനത്തിനേക്കാൾ തുലാസിൽ ഏറ്റവും മുൻതൂക്കമായി വരിക സാധുവായി വിശന്ന് വലഞ്ഞൊരു മനുഷ്യന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് ഒരു പിടി ഭക്ഷണം കൊടുക്കലാണ് പള്ളി പരിപാലിക്കുന്നതിനേക്കാളുന്നില്ല. അപ്പൊ നമ്മുടെ മഹല്ലത്തിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പള്ളി പരിപാലനങ്ങൾ വേണ്ട എന്നല്ല, പള്ളി മോടി കൂട്ടി പരിപാലിക്കുമ്പോൾ നമ്മുടെ മഹല്ലുകളിൽ പട്ടിണി കിടക്കുന്ന ആളുകളുണ്ടോ നമ്മൾ പരിശോധിക്കണം, പാവങ്ങളുണ്ടോ നമ്മൾ പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചുകൊണ്ട് അവർക്ക് വയറ് നിറക്കാനുള്ള പരിപാടിയും അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയുമാണ് ഏറ്റവും പുണ്യമെന്ന് മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹി മുബാറക് റഹിമഹുല്ലാഹി തങ്ങളുടെ പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കാം. കാരണം മുമ്പ് എല്ലാ ഭാഗത്തും 40 വീട് ഇങ്ങനെ അവലാക്കിയെടുക്കും. അങ്ങനെ പെരുപ്പിച്ച് കൂട്ടി വരുമ്പോ എന്താവും? 40 വീടാകുമ്പോൾ ഒരു ഭാഗത്ത് 40, 4 ഭാഗത്ത് 40 കൂട്ടുമ്പോ എത്രയാവും? അത്രയും ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് മഹാനവറുകൾ. ആ സന്ദർഭത്തിൽ പള്ളി പരിപാലനം സഹായിക്കുവാൻ വേണ്ടി വന്ന ആൾക്കാർ പറഞ്ഞ മറുപടി ഈ മറുപടിയാണ്. ഇത് നമുക്കൊരു മാതൃകയാണ്. വഖദ് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി തങ്ങൾ പറയുമായിരുന്നു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ശർറൻ അഹ്ലക മാലു ബിൽ മാഇ വത്തീന. ഒരു മനുഷ്യനെ കൊണ്ട്, ഒരു അടിമയെ കൊണ്ട് അല്ലാഹു തആല നാശമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ അവന്റെ സമ്പത്ത് വെള്ളത്തിലിട്ട് അല്ലാഹു തആല നശിപ്പിക്കും, മണ്ണിലിട്ട് നശിപ്പിക്കും. എല്ലാം വെള്ളവും കയറി മണ്ണും കയറി കുത്തി ഒലിച്ചങ്ങ് പോകുന്നില്ലാതെയാകും. ഇത് അല്ലാഹു തആല ഒരു അടിമയുടെ സമ്പത്ത് നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെ ചെയ്യുന്നത്. വബിൽ ഹദീസി ആയതൻ, വീണ്ടും കാണാൻ ഹദീസില് കുല്ലു ദിർഹമി യുൻഫിഖുൽ അബ്ദു, അടിമ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നാണയവും ഫഇന്നല്ലാഹ യഖ്ലുബുഹു ഇല്ലാ മാ കാന ഫീ ബുൻയാനിൻ ഔ മഅസിയത്തിൻ, തെറ്റിലായിക്കൊണ്ടോ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിലോ ആയിക്കൊണ്ട് ചെലവഴിക്കുന്ന സമ്പത്ത് ഒഴിച്ച് നല്ല വഴിക്ക് സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെലവഴിച്ച ഓരോ നാണയത്തുണ്ടിനും അല്ലാഹു തആല പകരമാക്കിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇല്ല. അവ വലിയ വലിയ കെട്ടിടങ്ങളും അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് പണക്കൂമ്പാൽ ചെലവഴിക്കുന്ന ആളുകൾക്കും ഒരു പാഠമാണ് ഈ ഹദീസ്. എന്നാ അങ്ങനെയാണല്ലോ എത്ര പണങ്ങളായി ഇടിച്ചു തള്ളുന്നത്, ഏതെല്ലാം വഴിക്കാ തള്ളുന്നത്. കെട്ടിടങ്ങൾ വീടുണ്ടാക്കുകയാണെങ്കിൽ അനാവശ്യത്തിന് കൂടുതൽ വീടുകളാണ്, കെട്ടിടങ്ങളാണ് നിർമ്മിച്ചുണ്ടാക്കുന്നത്. ചുറ്റുവട്ടത്ത് ആൾക്കാരുണ്ട്, ഇവിടെ നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ അവസരം കൊണ്ട് ചെലവഴിക്കുന്നില്ല. ഇത്തരം ആളുകൾക്കൊരു പാഠമാണ്. അവർ ചെലവഴിച്ചത് അവിടെ പോകും, ഒന്നും കിട്ടുകയില്ല. അല്ലാതെ അള്ളാന്റെ ഇട്ട മാർഗത്തിൽ ചെലവഴിച്ചാൽ അതിന് പകരം ദുനിയാവുന്നും ആഖിറത്തിലൊക്കെ കിട്ടും. ഈ ഹദീസ് അങ്ങനെയാണ് നമ്മളെ ബോധിപ്പിച്ചു തരുന്നത്, മനസ്സിലാക്കി തരുന്നത്. വഖദ് കാന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനവർ പറയുന്നു, റഅയ്തു ദറജത ഫി സുല്ലമി ഉർഫത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ റൂമിലേക്ക് പോകുന്ന ഒരു കോണിത്തിണ്ട്, കോണിപ്പടി തന്നെ തിണ്ടുപടി ഉണ്ടാവും, ചവിട്ടുപടിച്ച ആ ചവിട്ടുപടി ഒരു പടി ഇങ്ങനെ ഇളകി ഞാൻ കണ്ടു. തതഹറക്കു, അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആടിക്കളിക്കുകയാണ്. അങ്ങനെയാ റസൂലുള്ളാഹി റൂമിലേക്ക് പോകുന്ന കോണിപ്പടി ഒരു പടി. ഫഅറത്തു അൻ അബിനിയഹ ബിഖിഅത്തി തീൻ, ഒരു മണ്ണിന്റെ കഷ്ണം എടുത്തിട്ട് അതിനെ ഉറപ്പിക്കാനും കെട്ടിവെക്കാനും ഞാനെന്താ തീരുമാനിച്ചു, നന്നാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. സിമന്റ് അന്നത്തെ മണ്ണും മണ്ണൊക്കെയാണല്ലോ, അതുകൊണ്ട് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഫനഹാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എന്നെ തടഞ്ഞു വെച്ചു. എന്നിട്ട് വക്കാല, നബി തങ്ങൾ പറഞ്ഞു, ചെയ്യല്ലേ, മാലി വലി ദുന്യ, എനിക്കും ദുന്യാവിന് ബന്ധാവസ്ഥ, ഞാനും ദുന്യാവ് എന്താ ബന്ധമുള്ളത്, അങ്ങനെ ദുന്യാവ് ഓടി മുടിപ്പിച്ചോന്നോ, അവിടെ കേടുന്നോട്ടെ എന്ന് പറഞ്ഞു. ഒബിരിവായത്തിൻ, ഒരു റിപ്പോർട്ടിൽ കാണാം, ഇന്നീ ബുഇസ്തു ബി ഖറാബി ദുനിയ, ദുനിയാവിനെ ഖറാബാക്കുക എന്നതുകൊണ്ടാണ് എന്നെ പറഞ്ഞയച്ചത്, അവിടെ മോടി കൂട്ടാനല്ല. വലം ഉബ്അസ് ബി ഇമാറത്തിക, ഈ ദുനിയാവിനെ പരിപാലിച്ച് നിയന്ത്രിക്കണം എന്നതുകൊണ്ടല്ല
എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ദുനിയാവിനെ ഹറാമാക്കലാണ്, അതിനെ മെയിൻറ്റ് ചെയ്യാതിരിക്കലാണ്. അപ്പൊ ഈ രീതിയിൽ ദുനിയാവ് നമ്മൾ കാണുമ്പോൾ കാണുന്നവര് മെച്ചമാണ്. ആ കാണുന്ന ആള് ഈ രൂപത്തിൽ കാണുമ്പോൾ പ്രൗഢിയും ഭംഗീസും ദുനിയാവിനെ പ്രേമിക്കുന്ന ആളുകൾക്കും ഇയാൾ പുച്ഛമായിരിക്കും. അവിടേക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. വഖദബന അബൂദർദ റളിയല്ലാഹു തആല അൻഹു കരീഫൻ, മഹാനവറുകൾ ഒരു തണ്ടാസ് പണിതു. ബലഅദാലിക ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂദർദ ഒരു പ്രത്യേക തണ്ടാസക രൂപത്തിൽ നല്ല രൂപത്തിൽ പണിയെടുക്കുന്നതിന് വിവരം ഉമർ റളിയല്ലാഹു അൻഹു കിട്ടി. വകാന ഫി ഖിലാഫത്തി റളിയല്ലാഹു തആല അൻഹു, അത് മഹാനവരുടെ ഭരണകാലത്തിലായിരുന്നു. കത്തബയിലേക്ക് അങ്ങനെ അബൂദർദ തങ്ങളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതുകയാണ്. യഖൂലു, മഹാൻ ആ കത്തിലൂടെ പറയുന്നത്, മിൻ ഉമറ ഇല ഉവൈമർ സലാമുൻ അലൈക അമ്മാ ബഅദു സകിലതുക ഉമ്മുക അമ്മാ കാന ലക ഹാജത്തുൻ ഇല്ലാ അൻ തുജദ്ദിദ ഇമാറത ദുനിയ ബഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹകംതു അലൈക അല്ലാ തളഅ കിതാബി മിൻ യദിക അത്താ തഖ്ദിമഹു. ഇതാണ് എഴുത്തിലുള്ളത്. എന്താ അതിന്റെ അർത്ഥം? മഹാനവർ പറയുന്നു, ഉമറിൽ നിന്ന് ഉവൈമറിലേക്ക് എന്ന് പറഞ്ഞാൽ അബൂദർദ തങ്ങളിലേക്ക് ഇതാ എഴുതുന്നു, നിങ്ങളുടെ മേൽ അള്ളാഹ് രക്ഷയുണ്ടായിരിക്കട്ടെ. അമ്മാവായിരുന്നു, നിങ്ങളെ ഉമ്മ എന്തായെന്നറിയാമോ, നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ നാശത്തിനൊരു തേടല്ല, അതൊരു അതിർപ്പതിയാണത്. എന്നിട്ട് മഹാൻ പറയുന്നു, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? എന്ത്? ഈ ദുനിയാവിനെ പരിപാലിക്കുക, പുതുക്കി നന്നാക്കിയെടുക്കുക എന്നതല്ലാതെ വല്ലൊരു ആവശ്യമുണ്ടോ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ കത്ത് നിങ്ങളെ കയ്യിലേക്ക് വരും. അങ്ങനെ എന്റെ എഴുത്ത് നിങ്ങളെ കൈപ്പറ്റി കഴിഞ്ഞാൽ നിങ്ങളെന്താക്കൂല, അത് വെറുതെ നഷ്ടപ്പെടുത്തി കളയൂല എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഏതുവരെ? നിങ്ങൾ ഉണ്ടാക്കിയതായിരിക്കുന്ന ആ റൂമിനെ പൊളിച്ചു കളയുന്നത് വരെ. അപ്പൊ അത്തിരുവന് ഭംഗീസത്തിൽ കക്കൂസ് വേണ്ട, സാധാരണ എങ്ങനെ അത് മതി, ഇതാണ് ദുനിയാവുന്ന കാല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയുന്നു, അങ്ങനെ ഹദമഹു ലി വഖത്തിഹി, ആ കത്ത് കിട്ടി ആ സമയം തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റുമാനിച്ചു. ഉമർ ഖലീഫയാണ്. ആ ഏറ്റുമാനിച്ചുകൊണ്ട് ആ തണ്ടാസ്യം പൊളിച്ചൽ കളഞ്ഞു എന്നാണ്. അത്രത്തോളം താഴ്മയിലും വിനയത്തിലുമാണ് അവർ ജീവിച്ചത്. ദുനിയാവിനെ പ്രേമിക്കലോ ഒരു നിലക്കും പ്രേമിച്ചിട്ടില്ല അവർ. അല്ലാതെ നമുക്ക് അക്കൂസ് ഉണ്ടാക്കാൻ പാടില്ല, അതിനർത്ഥമല്ല. വഖദ് കാന വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്നു, മനിസ്തവനാ ബി അവ്വാലിൽ ഫുഖറായി അഫ്ഖറതുഹു, വല്ല ഒരുത്തനും സാധുക്കളായ ആൾക്കാരുടെ സമ്പത്ത് കൊണ്ട് ആവശ്യം തീരുകയാണെങ്കിൽ അഫ്ഖർതുഹു, ഞാൻ അവനെ ഫക്കീറാക്കി മാറ്റും. ഇങ്ങനെ സാധുക്കൾക്ക് കൊടുക്കാതെ അതെടുത്താൽ അവസാനം ഇവനെ ഫക്കീറാക്കി മാറ്റും. അപ്പൊ ധനാഢ്യനായ സാധുവാക്കും ഞാൻ. അവൻ സഖറൽ ഫുഖറാ ബി ബിനാഇൻ അഅഖബഹു ദാലിക, അല്ലെങ്കിൽ അഅഖബഹു ദാലികൽ ഖറാബ എന്ന്. വല്ലവരുത്തരും സാധുവായ മനുഷ്യനെ പരിഹസിക്കുകയാണെങ്കിൽ എന്ത് വിഷയത്തിൽ കെട്ടിടമുണ്ടാക്കി സാധുവിനെ വേദനിപ്പിച്ചു. എടാ, എനിക്കൊക്കെ ഇതിന് കഴിയുള്ളൂ, എനിക്കത് കഴിയാൻ പുച്ഛണ്ടാവുമല്ലോ. ഈ പുച്ഛ രീതിയിൽ എന്തായി ചെയ്താൽ എന്താ വരുന്നതെന്നറിയാമോ? ആഖിബുദാലിക്കൽ ഖറാബ്, ആ ഒരു കെട്ടിടം തരിപ്പണമാക്കാൻ ഞാൻ ഉടനെയാക്കും, കളിച്ചിട്ട് കാര്യമില്ല. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അംവാൽ ഫുഖറ എന്ന് പറഞ്ഞതിന്റെ ആശയം അഖ്ദുഹ അല അസ്മുഹിൻ, അവർക്ക് കൊടുക്കേണ്ട വിഹിതങ്ങളുണ്ട്, ആ വിഹിതത്തിന്റെ മേലെന്താണെന്നറിയാമോ ഇവൻ പിടിച്ചെടുക്കുക. അപ്പൊ അവർക്ക് കിട്ടേണ്ട വിഹിതമുണ്ട്, ആ വിഹിതത്തിനേക്കാൾ അധികം അവർ വാങ്ങുക എന്നർത്ഥം. വഖ്തസബിക, എന്നിട്ട് അതുകൊണ്ട് അവൻ പ്രത്യേകമാക്കുക, എടുത്തിട്ട് വേറെ അങ്ങ് കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്താൽ അത് അപകടമാണ്. സാധുവിന്റെ സമ്പത്തുവിന്റെ കയ്യിൽ വരാൻ പാടില്ലല്ലോ. വഖാല സുഫിയാൻ തൗരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മാ വഖഅലി അന്നി അവഖതു ദിർഹമൻ ഫീ ബിനാഇൻ ഖത്തു, ഒരിക്കലും കെട്ടിടത്തിൽ ഒരു നാണയത്തെ ഞാൻ ചെലവഴിക്കണം എന്നുള്ളത് എനിക്ക് സംഭവിച്ചു പോയിട്ടില്ല, എനിക്ക് സംഭവിച്ചിട്ടില്ല, അങ്ങനെ ചെലവഴിച്ചിട്ടില്ല എന്നർത്ഥം. കാല മാനത്ത് മുത്തറബിന് അബിദില്ല, മുത്തറബ് അബിദില്ലായി തങ്ങളുടെ വീട്ടില് ഒരു മതിലുണ്ട്, ആ മതിലിങ്ങനെ ചാഞ്ഞുന്നു. അപ്പൊ കാലുലഹു, അപ്പോൾ മുത്തറബിനോട് ചോദിച്ചു, ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, അലാ തുസ്ലിഹ യോമൻ, ഒരു ദിവസം നിങ്ങൾക്ക് ആ മതിൽ നന്നാക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ കാല, അപ്പൊ മുത്തറബ് പറയാണ്, ഇന്ന റബ്ബൽ മൻസിലി, വീടിന്റെ ഉടമസ്ഥൻ,
ലാ യദഉന അദ്ദേഹം നമ്മളെ ഒഴിവാക്കൂല, നുഖീമു ഫീഹി അതിൽ നമ്മളെന്താ താമസിക്കുന്നു, ആ വിധത്തിൽ നമ്മളെ ഒഴിവാക്കൂല, അത്താ നഅ്മുറഹു അതിനെ നമ്മൾ പരിപാലിക്കല്ലേ. അങ്ങനെ നമ്മൾ അതിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അള്ളാഹു തആല നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, പരിപാലിക്കാതെ അവിടെ നിന്നോട്ടേ എന്നർത്ഥം. വഖദ് കാന ഖുസ്സു നൂഹിൻ അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വീട് മിൻ ഖവാസിൻ നഖ്ലി അത് ഈത്തപ്പന മരത്തിനാൽ ഉണ്ടാക്കപ്പെട്ട വീടായിരുന്നു. അബൂബക്കറിലഹു നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കപ്പെടുകയുണ്ടായി, ലോ ബനൈതലക ബൈത നിങ്ങൾക്ക് ഇതിലേറെ നല്ലൊരു വീടുണ്ടാക്കി എത്ര നന്നായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ കാല അപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഹാദാ ഗഫീറുൻ അലാ മൻ യമൂതു ഇവിടെ മരിച്ചു പോകാനുള്ള ആൾക്കാരെ നമ്മളൊക്കെ, മരിച്ചു പോകുന്ന ആൾക്കാരെ മേലിൽ ഇപ്പൊ ഈ കാണുന്ന മരവീടിന്റെ അത്യാവശ്യമാണ്, അത് മതിയാലോ, പിന്നെ എന്തിനാ വലുതൊക്കെ ഉണ്ടാക്കേണ്ടത് എന്നായി. വഖാലൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല യഖൂൽ മഹാൻ പറയുന്നു, മാ സഖറബ ഖൗമുൻ അൽ ബിനാ ഒരു കെട്ടിടവും ഒരു സമുദായവും പവറാക്കിയിട്ടില്ല, ഇല്ല ഔഷക ഐ യുർജമു മിനസ്സമായി ആകാശലോകത്തിൽ നിന്ന് അവർക്ക് എറിയപ്പെടുക, അവർ നാശമാക്കപ്പെടുക എന്നത് അടുക്കയായിട്ടല്ലാതെ. അപ്പൊ എത്ര വലിയ കെട്ടിടമുണ്ടാക്കി പവർ കാണിച്ചാലും അവസാനം തരിപ്പണമാക്കും, മുകൾ ഭാഗത്ത് വിപത്തിറങ്ങിയിട്ട് എന്നർത്ഥം. അപ്പൊ കാന സാബിത്തുൽ ബന്നാനി റഹിമഹുല്ലാഹു തആല യഖൂൽ മഹാൻ പറയുന്നു, ഖദ് ഔഹല്ലാഹു തആല ഇലാ നബിയ്യിൻ അൽ അംബിയായി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകരിലേക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു. എന്താ പ്രവാചകന്റെ പേരെന്നറിയില്ല, എന്താ പറഞ്ഞത്, അന്ന ഉംറ ഉമ്മത്തിക സലാസുമിയത്തി ആം അങ്ങയുടെ സമുദായത്തിന്റെ പ്രായം ആയുഷ്കാലം 300 എന്ന് പറഞ്ഞു. കാലബ നബി അല മഹാ ഈ ചരിത്രം വിവരിക്കുന്ന ആള് പറയാണ്, ഫാഹിബറഹും നബിയും ഇതാരിക്ക അതുകൊണ്ട് അവിടെ പ്രവാചകൻ അവർക്ക് വിവരം നൽകിയപ്പോ കാലു അവര് പറയുകയാണ്, എന്ന ഉംറനാല കസിർ ഞങ്ങൾ ആയുസ് വളരെ കുറച്ചുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് തുമ്പ ഖറജു മിൻ ദുവരിയും അവർ അവിടെ വീട്ടിൽ നിന്ന് പുറത്തുപോയി, വീട്ടിൽ താമസിച്ചില്ല. ഓ ലറബുൽ അഖ്ബിയത്തവിൽ ബരിയത്തി അങ്ങനെ കരയിൽ പോയിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ടെന്റുകൾ കെട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അഖബലു അല ഇബാദത്തി റബ്ബിം അവര് അവിടെ റബ്ബിന് ഇബാദത്ത് ചെയ്യുവാൻ മുന്നിട്ട് വന്നു. വലം തനാസലു വലം തവാലത്തു വത്തമാത്തു അനാഖിരിയും അവർ അവസാനത്താള് മരിക്കുന്നത് വരെയും സന്താനോൽപാദനമോ വിവാഹമോ ജനിപ്പിക്കലൊന്നും നടക്കാതെ വെറും വിവാഹത്തുമായി കഴിഞ്ഞുകൂടി 300 വർഷത്തെ ജീവിതത്തിലുള്ള ഇവിടെ എന്നും പറഞ്ഞ് അവരങ്ങനെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ എന്തിനു പറയുന്നു, വഖദ് ദഖല ഹാമിദുൽ ലഫാഫ് റഹിമഹുല്ലാഹു തആല ബഹുമാനപ്പെട്ടവര് കടന്നു വന്നു, അലംറാത്തിഹി യൗമൻ ഒരിക്കൽ തന്റെ ഭാര്യ അടുത്ത് കടന്നു വന്നു. വജദക തുതയ്യിരു കാനൂനൻ ലഹ മഹദി അവർക്കുള്ള അടുപ്പ് ഇങ്ങനെ മണ്ണ് തേച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പണിയെടുക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന ഹാമിദുൽ ലിഫാഫ് എന്ന് പറയുന്ന ആൾ കാണുന്നത്. ദുസിലിഫുഹു അതിനെ വേണ്ടതുപോലെ അടുപ്പിച്ച് റെഡിയാക്കി നിർത്തുന്നുണ്ട്. അങ്ങനെ വഖാല ലക മഹാദ ഇത് കണ്ടപ്പോൾ ആ ബഹുമാനപ്പെട്ട തന്റെ ഭർത്താവായ ഹാമിദുൽ ലിഫാഫ് ചോദിച്ചു, മഹാദ ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പൊ വയത്തതർത്തു ഇലേഹി അങ്ങനെ ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞെന്താ, ഞാൻ അദ്ദേഹത്തിലേക്ക് എന്താണെന്നറിയാമോ, ഇതെന്താണ് ചോദിച്ചു, ഞാനൊരു കാരണം പറഞ്ഞു ചെയ്തു. അങ്ങനെ പറഞ്ഞിട്ട് കാലത്ത് പെണ്ണ് പറഞ്ഞു, ഇന്നദാലിക അബ്കാരിൽ കാനൂനി അത്താലായ ഖദറുമി ഫൗഖിഹി ഫയദ്ഹബത്തു ആമുറൽ അർളി എന്ന് പറഞ്ഞു. ഞാൻ ഈ അടുപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാൻ കാരണം എന്താ അറിയാം, ചൊവ്വാക്കാൻ അതിന്റെ മുകളിൽ പാത്രം വെച്ച് ആടിക്കളിച്ച് മറിഞ്ഞു വെക്കും. മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ അതിൽ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ഭൂമിയിൽ പതിയും. അതില്ലാതിരിക്കാനാണ് ഞാൻ ഈ അടുപ്പ് ലെവലാക്കുന്നത് പറഞ്ഞു. അപ്പൊ വക്കാല മഹാൻ പറഞ്ഞു, ഇന്നല്ലാഹു മുത്തലിഉൻ അലാ ബാത്തിനിക്ക് നിന്റെ ഉള്ളെന്താന്ന് പടച്ചോനെ അറിയാൻ എനിക്കറിയില്ല, നീ പറഞ്ഞ വാക്ക് ശരിയാണ്. അപ്പൊ ഇതുപോലെ ഒരു അടുപ്പിന്റെ കാര്യമാവട്ടെ എന്താവട്ടെ ദുന്യാവിന്റെ സുഖങ്ങൾ അവർ വേണ്ടിയാണ്. ദുനിയാവിൽ അത്യാവശ്യമായത് എന്തോ അത് മാത്രം എടുക്കുന്നുള്ളൂ, അല്ലാത്തൊക്കെ അവർ ഒഴിവാക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു മഹാന്മാരുടെ ജീവിതം. ആ ഒരു ജീവിത രീതിയാണ് നമുക്കും വേണ്ടത്. അത്രയേ ഉള്ളൂ ദുന്യാവ്. നമുക്ക് പിന്നെ ഏതായാലും 70-60 ഇടയിലെ വയസ്സുള്ളൂ. എന്നിരിക്കെ ഈ ഒരിക്കൽ 300 വർഷത്തെ ആയുസ് കൊടുത്തിട്ടും
ഓലത് പേടിച്ചിട്ട് ഇത്ര തുച്ഛമായി ആയുസുള്ളൂ ഞങ്ങൾക്കത് മനസ്സിലാക്കി വീടുകളെല്ലാം ഒഴിവാക്കി താൽക്കാലം ടെന്റ് കെട്ടി ഇബാത്ത് ചെയ്തിരിക്കുക. ഒരു കല്യാണം കഴിക്കാനോ ബന്ധപ്പെടുവാനോ സന്താന ഉൽപാദനം പോലും ചിന്തിക്കാതെ ഇബാത്തിലായി കഴിഞ്ഞുകൂടിയെന്ന്. അത്രത്തോളം അവർ അള്ളാഹിനെ പേടി ജീവിച്ചവരാണ്. ആ ഒരു ഭയവും നമുക്ക് വേണ്ടേ?